ഹായ്, ഒരു വരുന്നോ കൂട്ടുകൂടാൻ? ഞാൻ ഭക്ഷണം കഴിച്ചതല്ലേ. ഇന്ന് രാവിലെ ഇന്നലത്തെ ചപ്പാത്തി, പിന്നെയോ മുട്ടക്കറിയുടെ ശരിക്കും ഇന്ന് എന്താണെന്നറിയോ, ഇന്ന് ശരിക്കും ഞാൻ തൊട്ടുപുരട്ടി ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഉണ്ടല്ലോ കുറേ നാൾ കൂടിയിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ അതാട്ട് രാവിലെ വന്നേ കാണിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണോ? പക്ഷേ ചമ്മന്തി, നിങ്ങളെന്താ പറയാ? തേങ്ങാ ചമ്മന്തി, സമ്മന്തി. സമ്മന്തി അവർക്കത് സമ്മന്തിയാണ്, നമുക്ക് തേങ്ങയും മുളകും എല്ലാം കൂടെ ഇങ്ങനെ സംബന്ധിച്ചുണ്ടാകുന്നതാണ് സമ്മന്തി. അങ്ങനെയാണ് സമ്മന്തി. എന്തായാലും ഞങ്ങൾക്ക് ചമ്മന്തിയാണ്. പിന്നെ ചട്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശയ്ക്ക്, മറ്റേ ദോശയ്ക്ക് കൂട്ടുന്ന ഒഴുക്കാനുള്ള വെള്ളമായിട്ടുള്ള അതാണല്ലോ ചട്നി. പക്ഷെ ഞാനതിനും ചെറിയ ചമ്മന്തി എന്ന് പറയും കേട്ടോ. ശരിക്കും അതിന് ചട്നി. എൻ്റെ അച്ഛൻ അങ്ങനെ പറയുള്ളൂ. അച്ഛൻ അങ്ങനെ എപ്പോഴും പറയുള്ളൂ ചട്നി എന്ന് പറയുള്ളൂ. ശരിക്കും അത് ചട്നിയാണ്. പക്ഷേ ഞാൻ എക്കത്തിന് കയറി ചമ്മന്തി എന്ന് പറയും. ഇവർ പറഞ്ഞ കൂടുതൽ ഇവരുടെ പെങ്ങള് ചേച്ചിയാണ് പറഞ്ഞ് ഞാൻ കേട്ടേക്കണേ. സമ്മന്തി, സമ്മന്തിയാണ് എന്ത്, സമ്മന്തി അരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് എന്നൊക്കെ പറയും അല്ലേ. ഇത് തന്നെ കൂട്ടൊക്കെ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടങ്ങളിൽ അമ്മയൊക്കെ അരയ്ക്കുമ്പോൾ തീരെ അരവ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഒരു അവിയലിന്റെ ഭാഗത്തിനും കുറച്ചും കൂടെ ചമ്മന്തി പരവാവും. കേട്ടിട്ടില്ലേ? ശാന്ത പോലെ ആവുന്നതിനാണ്, അതാണ് ഇവർക്ക് ചമ്മന്തി. പക്ഷെ നമ്മുടെ ഇവിടെ ചമ്മന്തി അരക്കില്ല അങ്ങനെ. ഓരോ ചൂട്ടത്തിന് അരക്കണ പോലെ ചമ്മന്തി അരച്ചതിനുള്ള അമ്മ പറയും. പണ്ട് എപ്പോഴും ഒരു ആവശ്യത്തിന് ഒരു ആൻറ്റി അമ്മയുടെ അമ്മ മരിച്ച സമയത്ത് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയും. അപ്പോൾ വേറെ ആരും ഇല്ലല്ലോ, അമ്മ ഒറ്റ മോളല്ലേ. അപ്പം ഞങ്ങൾ പിള്ളേരും പിന്നെ എല്ലാം മരിച്ച് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആഹാരം കഴിക്കണം. അപ്പോൾ അവർ വേഗം തന്നെ ഇങ്ങനെ ഞാൻ ചെയ്തു തരാം ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ചമ്മന്തി എന്താ വേണ്ടത്, കഞ്ഞി ചമ്മന്തി അരച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കഞ്ഞിയും വെച്ചു, ചമ്മന്തി അരച്ചു. അപ്പോൾ അമ്മ അന്നത്തെ ചമ്മന്തിയുടെ കാര്യം പറയും. ഇവർ ഈ പറഞ്ഞ പോലെയാണ്, നല്ല പോലെ അങ്ങോട്ട് അരച്ചു എന്ന് പറഞ്ഞ ആൻറ്റി. പക്ഷെ നല്ല ചമ്മന്തി കേട്ടോ. അത് ചെയ്തു തന്ന വലിയ ഉപകാരം നമ്മൾ ഒരിക്കലും മറക്കില്ല. അല്ല, ഞാൻ ഓരോ നാടിൻ്റെ ഓരോ കാര്യങ്ങൾ പറയരുത്. ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. ഇവിടെയൊക്കെ അരയ്ക്കുകയാണെങ്കിൽ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയില്ല നമുക്ക് ഈ പാകത്തിന്. ഞാനിപ്പോൾ ഇത്രയും കൂടെ ഒന്ന് അരച്ചിട്ടുണ്ട്, പൊടിക്കും കൂടെ. പക്ഷേ അമ്മ അരയ്ക്കുമ്പോൾ ഇത്രയും തന്നെ അരയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും കൂടെ കുറയ്ക്കും. പിന്നെ കല്ല് വെച്ചരയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് വേറെയാണല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണേ. അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ ഫുഡ് ഇതാ. നിങ്ങൾക്ക് എന്തായാലും രാവിലെ ഫുഡ് കൂടെ അല്ല അന്ന് പണ്ടൊക്കെ കഞ്ഞിയല്ലേ? ഗോതമ്പ് ദോശ ഉണ്ടാവും. പലഹാരത്തിൻ്റെ പരിപാടിയൊന്നുമില്ല. പലഹാരം എന്നുള്ളതല്ല, പെട്ടെന്ന് കഞ്ഞി കുടിച്ചു പോകും. അന്നെല്ലാം പൊതുവെ അങ്ങനെ തന്നെ ഉള്ളൂ. രാവിലെ തന്നെ ഫ്രൈഡ് റൈസ് അതൊന്നും ഇല്ല. റൈസ് അല്ല, പക്ഷേ ദോശ കാലം അങ്ങനെയല്ലേ. പക്ഷേ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ ഉള്ള റേഷൻ സംവിധാനമുള്ളതാണ്. അപ്പോൾ പുറത്തുനിന്ന് അരിയുടെ ഭയങ്കര വിലയാണ്. റേഷൻ സംവിധാനമുണ്ട്. അപ്പോൾ റേഷൻ കൃത്യമായിട്ട് വാങ്ങും. പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ 90 വയസ്സായവർ പറഞ്ഞ പോലെ ഉണ്ടല്ലേ. പക്ഷെ അവരുടെ നാട്ടില് ആണ്. ഞങ്ങള് 70 കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഞങ്ങൾ 10ലൊക്കെ. പക്ഷെ അന്ന് ഇവിടെ അങ്ങനെയല്ല. അന്നും ഞങ്ങളുടെ പ്രവാചകാലം തുടങ്ങി അമ്മ ഇഡ്ഡലിയും ദോശയും വെള്ളയപ്പം പുട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത്. പക്ഷെ ഇവരൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഏതോ ജാമാന്റെ കാലത്ത് ജീവിച്ച പോലെയാണ്. ഇവളുടെ അമ്മ വീട്ടിലിരുന്നാൽ മതി. എൻ്റെ അമ്മയ്ക്കാണ് രാവിലെ സ്കൂളിൽ പോകണം, അച്ഛൻ സ്കൂളിൽ പോകണം. അപ്പൊ ഈ വിഭവസമൃദ്ധം ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ പെൺകുട്ടികളും കൂടെ സിസ്റ്റർമാർ. നാടിന്റെ രീതി അത് തന്നെയല്ലേ. നാടിന്റെ രീതി അങ്ങനെ തന്നെയാ മൊത്തത്തില്. പിന്നെന്താ, അമ്മ നാട്ടുകളിലാണ്. പക്ഷെ നാട്ടുകളിൽ അരച്ചൊക്കെ ഉണ്ടാക്കും. അമ്മയ്ക്കുണ്ട്. അമ്മ സ്കൂളിൽ പോകണില്ല, ജോലി പഠിപ്പിക്കാൻ ജോലി സ്ഥലത്ത് പോകണില്ല എന്നേ ഉള്ളൂ. അമ്മയ്ക്ക് 3-4 പശുവും അതിൻ്റെ കിടാക്കളും അതുങ്ങളെ നോക്കണം. പിന്നെ പറമ്പ് ഒരേക്കറിൽ കൂടുതൽ പറമ്പുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് തെങ്ങ് കൃഷി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്കെന്ന്. അതൊക്കെ നോക്കണം. അതൊക്കെ സ്കൂളിൽ പോകണേലും വലിയ കഷ്ടമാണ് അത് അല്ലേ. കാലത്തെ പണി ഒതുക്കിയിട്ട്, അടുക്കളപ്പണി ഒതുക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് കിടക്കാൻ. പിന്നെ ഞങ്ങളും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ, ഇല്ലയെന്ന് ഞാൻ പറയില്ല. അതെപ്പോഴാണെന്നറിയോ,
അത് എൻ്റെ അച്ഛൻ എറണാകുളത്ത് കുറച്ച് കാലം ജോലിയായിരുന്നു. ആ സമയത്ത് കഞ്ഞി കുടിക്കും രാവിലെ. അപ്പം അച്ഛൻ നമ്പീശൻ്റെ നെയ്യുണ്ട്, വലിയൊരു ടിന്ന് 1 കിലോൻ്റെ നെയ്യ് വാങ്ങിച്ചുകൊണ്ട് വരും. അത് സ്ഥിരം സ്റ്റോക്കാണ്. പശു ഇല്ലാത്ത സമയമായിരുന്നു, അതെന്താണെന്ന് ഓർക്കണല്ലോ ഞാൻ. അതും അമ്മ പാൽ വേണം കൊടുത്ത് തീർത്തിട്ട് വെണ്ണ ഉണ്ടാക്കാൻ പറ്റാത്ത അങ്ങനെയുണ്ടല്ലോ, നല്ലോണം പാല് ചിലവാകും. ആ സമയത്ത് നമുക്ക് ഉറവൊഴിച്ചാലല്ലേ വെണ്ണ കിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഉണ്ട് അച്ഛൻ, എനിക്ക് എൻ്റെ ഓർമ്മയിൽ നമ്പീശൻ നെയ്യ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വയ്ക്കും അച്ഛൻ സ്ഥിരം. എന്നിട്ട് അമ്മ കഞ്ഞി വയ്ക്കും, ചമ്മന്തി അരയ്ക്കും. പിന്നെ അതിന് കൂട്ടാൻ എന്താ വേറെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഓർമ്മ കിട്ടണമല്ലോ എന്താണെന്നുള്ളത്. എന്തായാലും കഞ്ഞി നെയ്യും ആയിരുന്നു കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അച്ഛൻ കാലത്തെ, കാരണം ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകില്ല അച്ഛൻ അവിടെ ചെന്നിട്ട് ചപ്പാത്തി കഴിക്കും. ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു തോന്നുന്നു. എന്നിട്ട് അതാണ് കൊണ്ടുപോയി കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറൊന്നുമില്ല. അപ്പോൾ അതിന് പകരം രാവിലെ കഞ്ഞി കുടിക്കും. എന്നിട്ട് നെയ്യിട്ട് എല്ലാവർക്കും ഒരുപോലെ ആക്കും അമ്മ. ഇല്ലെങ്കിൽ ഭയങ്കര പണിയല്ലേ. ഈ ഞങ്ങൾ 3 മക്കളും അമ്മയും അച്ഛനും അമ്മാമ്മയും എല്ലാവരും ഉണ്ട്. അമ്മാമ്മ അച്ഛൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. അമ്മാമ്മ അതിനൊക്കെ മുമ്പ് പോയെന്ന് സംശയമുണ്ട്, എനിക്ക് ഓർക്കുന്നില്ല ഞാൻ കറക്റ്റായിട്ട്. എന്തായാലും ആൾക്കാരുണ്ട്, പിന്നെ പണിക്ക് വരുന്ന ആൾക്കാരുണ്ട് അമ്മയ്ക്ക് സഹായത്തിനൊക്കെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടേ. അങ്ങനെ അമ്മ രാവിലെ തന്നെ കഞ്ഞി നെയ്യിട്ട് എന്തിട്ട് സ്വാദം, അത് കൺമുന്നിൽ നിൽക്കണം. നല്ല ചൂട് കഞ്ഞി, അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കണത്, പൊങ്ങിക്കിടക്കുമല്ലോ നെയ്യ്. എന്താ രസം എന്നറിയോ അതിൻ്റെ ചൂട് കഞ്ഞിയിൽ നെയ്യിട്ട് കുടിക്കാനായിട്ട്. അത് നല്ല നാട്ടിൽ കഞ്ഞിയല്ലേ, നല്ല അരി കിട്ടും എന്നൊക്കെ. ഇന്നിപ്പോൾ അതാണ്, ഈ നാട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കളറായി പോകണതാണ് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം റേഷനരി വാങ്ങിച്ചത് വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ കഴുകി ഊറ്റി, ഇത് നമ്മുടെ പുട്ടുണ്ടാക്കാൻ എടുത്തില്ല അന്ന് ഞാൻ പറഞ്ഞില്ലേ, കളറ് മാറി, ആ ചുവപ്പ് കളറേ പോകും. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇപ്പോഴത്തെ അരിക്കൊക്കെ. അതായത് പണ്ടൊന്നും അതല്ല, എന്ത് ഭംഗിയാണ്, ടേസ്റ്റുമാണ്, കളറും പോകില്ല. അതായത് ഒറിജിനൽ സാധനങ്ങളാണ് വന്നത്. അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിച്ചിരുന്ന ഒരു കാലം, കുറച്ച് നാൾ അച്ഛൻ എറണാകുളത്ത് ഉണ്ടായിരുന്ന നാൾ ഞങ്ങൾ കഞ്ഞി കുടിച്ചു. ബാക്കി മുഴുവൻ പലഹാരം. രാവിലെ ഇഡ്ഡലിയോ ദോശയോ അപ്പോ ഒക്കെ ഉണ്ടാക്കും, വൈകുന്നേരം വരുമ്പോൾ അത് തന്നെ കഴിക്കും. അങ്ങനെ ഒരു കാലങ്ങൾ അല്ലേ. ഇപ്പം ഞാൻ ഫ്രിഡ്ജ് വന്നതാണ്, ഒക്കെ സൂക്ഷിച്ച് വയ്ക്കും. കാരണം തികഞ്ഞില്ലെങ്കിലും വെച്ചിട്ട് കൂടുതൽ വയ്ക്കും. അപ്പോൾ ബാക്കി വരും, ബാക്കി വരുമ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കും, പിറ്റേ ദിവസം എടുക്കും. ഇതാണല്ലോ എല്ലായിടത്തേയും പണി, ഇതൊക്കെ തന്നെയല്ലേ. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കളയാനെങ്ങനെ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചൊന്നുമില്ല കേട്ടോ. ചപ്പാത്തി രാത്രി ഉണ്ടാക്കിയല്ലോ, അതുകൊണ്ട് പുറത്ത് തന്നെ വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഇന്നത്തെ ഈ ചമ്മന്തിയെ പറ്റിയേ, ഇതെടുത്തപ്പോൾ ഇന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മൾ കുറേ ദിവസം ചമ്മന്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ തൊട്ടുപറ്റി ഉണ്ടാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ഈ ചപ്പാത്തി എടുത്തോളാൻ പറഞ്ഞു. ഇതിപ്പണ്ട് ഇനി തൊട്ടുപറ്റി, പക്ഷേ അപ്പോഴെങ്കിൽ വൈകുന്നേരം ചായക്ക് കൊടുക്കാമല്ലോ. ചപ്പാത്തി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ചായക്കൊരു കടിയായി, ആ തൊട്ടുപറ്റുകൊണ്ട്. അങ്ങനെ അപ്പോൾ ഇനി കഴിച്ചിട്ടേ കൊള്ളാം. വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.